ബഹുമാനിയായ വ്യക്തിത്വം സരസ്വതി ബിജു, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ ആത്മബന്ധുക്കളെ, ഇന്ന് പൗർണമി ദിനം. ഈ മഹദിനത്തിൽ തന്നെ ഒരു മാതാവിനെ ആദരിക്കുന്ന മാതൃദിനം. ഈ മഹാഗുരുവിന്റെ സന്നിധിയായ വിശ്വജ്ഞാന മന്ദിരത്തിൽ വെച്ച് നമ്മൾ ആചരിക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് കിട്ടിയ കർമ്മം മഹാത്മാക്കളെ സൃഷ്ടിച്ച അമ്മ എന്ന വിഷയത്തെ ആസ്പദമാക്കി 2 വാക്ക് സംസാരിക്കാനാണ്. ഒരുപാട് മഹാത്മാക്കളെ ലോകത്തിന് ദാനം ചെയ്ത മഹഭൂമിയാണ് നമ്മുടെ ഭാരതം. സ്വാമി വിവേകാനന്ദൻ, ശങ്കരാചാര്യർ തുടങ്ങിയ അനവധി മഹാത്മാക്കളെ ഈ ഭാരതഭൂമി ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ വിദേശ രാജ്യത്ത് പോയ വേളയിൽ ഒരു വനിത അദ്ദേഹത്തോട് തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയെപ്പോലെ ഒരു പുത്രൻ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു. ആ വേളയിൽ വിവേകാനന്ദൻ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, അമ്മേ, അങ്ങയുടെ പുത്രിത അവിടുത്തെ മുന്നിൽ നിൽക്കുന്നു. അതേപോലെ നമ്മുടെ രാജ്യത്തെ യുവാക്കളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെട്ട APJ അബ്ദുൽ കലാം, അദ്ദേഹം പറഞ്ഞു, നമ്മുടെ യുവാക്കളോട് സ്വപ്നം കാണുക, സ്വപ്നങ്ങൾ ചിന്തിക്കുക, ചിന്തകൾ വാക്കുകളാക്കുക, വാക്കുകൾ പ്രവൃത്തികളാക്കുക, ആ പ്രവൃത്തികൾ യാഥാർത്ഥ്യമാകും. ഈ മഹാത്മാക്കളെ അവരുടെ ജീവിതത്തിൽ ഇത്രയേറെ ഉന്നതകളിൽ എത്തിച്ചത് ആരാണ്? അവരുടെ മാതാപിതാക്കളാണ്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വളർച്ചയിലും ഏത് പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനും ഒരു മാതാവിന്റെ സ്വാധീനം വളരെ വലുതാണ്. ഇവിടെ നമ്മുടെ എല്ലാമായ ഗുരു പറയുന്നു, ഏത് ജന്മാന്തര ദോഷമുള്ളവനായാലും അവന്റെ അമ്മയുടെ നന്മ കൊണ്ട് പകുതി തീരും. അച്ഛൻ ആകാശം പോലെ തെളിഞ്ഞ മനസ്സുള്ള ആളായിരിക്കണം. അമ്മ ഘനപ്പെട്ട വാക്കുകൾ പറയുന്നവളും ആയിരിക്കണമെന്ന് ഗുരു നമ്മോട് പറയുന്നു. എന്താണ് ഘനപ്പെട്ട വാക്ക്? ഒരു കുഞ്ഞിന് ആ അമ്മ പറഞ്ഞ വാക്ക് അന്ത്യം വരെ ഒതുങ്ങി കിട്ടുകയാണ്. അതവൻ അല്ലെ അവൾ. അവൾക്ക് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കരുത്തേകുന്നു. അതിലൂടെ ഒരു നന്മ നിറഞ്ഞ തലമുറ ഇവിടെ ഉദയം ചെയ്യുന്നു. ഓരോ മാതാവും വേദവാഹിനികളായി തീരാൻ ഗുരു ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള അമ്മമാരെ വാർത്തെടുക്കാൻ ഗുരു നമ്മളോട് അരുളി ചെയ്യുന്നു. ഈ മാതൃദിനത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഇതാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ ഈ എളിയ വാക്കുകൾ എൻ്റെ ഗുരുവിൻ്റെ തത്പാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരേ ശരണം. ഇനിയൊരു നൃത്താവിഷ്കാരമാണ്.